പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സരിതയുടെ പുതിയ വേഷം കണ്ണാടയെടുത്തു. പുതിയ വേഷമൊന്നുമല്ല, അല്ല എന്നാലും പഴയ ഡ്രസ്സാ. നമ്മുടെ നാടൻ കോഴിയുടെ കറിയില്ലേ, അതിലത്തെ കമൻസ് ആണ്. വൈകുന്നേരം വെച്ചത് അതന്നെ. അതിലെല്ലാവരും ചേട്ടൻ്റെ പാട്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദിവ്യ PBR, അജു ചേട്ടൻ്റെ പാട്ട് കേട്ട ചാർലി, പുല്ല് വേണ്ടായിരുന്നു, പാലക്കാട് എങ്ങാനും കിടന്നാൽ മതിയായിരുന്നു. അതിലത്തെ പോലത്തെ കമന്റുകൾ അങ്ങനെ കുറെ അങ്ങനെ തന്നെയാണ് കേട്ടാ. ചാർലിയുടെ ഉഷാറായിട്ടാ ഞാനത് പറയാം. ഒരു കുഴപ്പമില്ല. 2 ദിവസം മരുന്ന് കൊടുത്തോടുകൂടി ആള് ഉഷാറായി. ആള് ഇവിടെ മറിഞ്ഞ് കളിക്കാണ്. മരുന്ന് കൊടുത്തപ്പോഴേക്ക് തന്നെ ആള് ഭക്ഷണം കഴിച്ചു തുടങ്ങി പതുക്കെ പിന്നെ ഇപ്പൊ ഭയങ്കര ഉഷാറാ. മുല്ല ഷുഗർ, തൊഴുതുമടങ്ങും സന്ധ്യയും പോകാൻ മടിച്ചു നിൽക്കും, സരിതേച്ചിയുടെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം കേട്ട്. അത്രക്കൊന്നും വേണ്ട. എത്ര മനോഹരമായിട്ടാണ് ചേച്ചി ആ ഗാനം ആലപിച്ചത്. ഒരു സൈഡിൽ നാടൻകോഴി തിളയ്ക്കുന്നു, വേറൊരു സൈഡിൽ അജേട്ടന്റെ നാടൻപാട്ട് കൊഴുക്കുന്നു, മറ്റൊരു സൈഡിൽ സരിതേച്ചിയുടെ പഴയ ഗാനം മുറുകുന്നു. എല്ലാം കൊണ്ട് ഈ എപ്പിസോഡ് പൊരിക്കുന്നു. പിന്നിൽ എന്താണ് അജേട്ട ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്നത്? ഗുണാക്കേവാണോന്ന്? അതൊരു ഗുണാക്കേവ് പോലെ തന്നെയാണ്. അപ്പുറത്തെ പറമ്പിലത്തെ ഒരു മേലെയുള്ള ഒരു സാധനമാണ് നമ്മുടെ അവിടെ ഉള്ളത്. ഒരു കിണറാണ്, വലിയൊരു കുളം എന്ന് പറയാൻ പറ്റില്ല, കിണർ പോലത്തെ സാധനം. അപ്പം ഭയങ്കര താഴ്ചയുണ്ട്. അപ്പോൾ അത് അവിടേക്ക് നോക്കുമ്പോൾ പേടിയാവാത്ര. അപ്പോൾ അത് കാരണം സരിത പറഞ്ഞു നമ്മുടെ കോഴിക്കോടിൻ്റെ ഗ്രില്ല് പൊളിച്ചില്ലേ, അപ്പോൾ ആ ഗ്രില്ല് അവിടെ നിന്ന് കോഴിക്കോടിൻ്റെ ഗ്രില്ലല്ല, അയ്യോ കോഴിക്കോടിൻ്റെ ഗ്രില്ലല്ല, പണിസ്ഥലത്തിൻ്റെ ഗ്രില്ല് പൊളിച്ചത് അവിടെ നമ്മുടെ സുമേഷ് ഇവർക്ക് കൊടുത്താലും അതിനൊരു പൈസയും കിട്ടാൻ പോണില്ല. ആക്രിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ അതൊരു പ്രൊട്ടക്ഷനായി. അവിടെ ഇത്ര ഹൈറ്റ് ഉള്ളോ ശരിക്കും തിണ്ട്. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്കും പേടിയാവും. പിന്നെ വർഷക്കാലത്ത് അതിങ്ങനെ നിറഞ്ഞു കിടക്കുകയും വലിയൊരു കുളം, ഒരു കൊക്കുറിഞ്ഞി പോലത്തെ സാധനമാണ്. എതൊക്കെ തന്നെയാണത്. അപ്പോൾ അത് വെച്ചു, സുമേഷാണ് വെച്ചത്. അപ്പോൾ ഗുണാക്കേവ് നമുക്ക് വേണമെങ്കിൽ പേരിടാം. അടുത്തത് ശോഭ, ബാംഗ്ലൂരിൽ ഇരുന്ന് നിങ്ങളുടെ നാടൻ കോഴിക്കറി കണ്ട് കൊതി മൂത്ത് നാട്ടിലേക്ക് ഓടിപ്പോവാൻ തോന്നി. ഇങ്ങനെ കൊതിപ്പിക്കാൻ മാത്രം ഞങ്ങളൊക്കെ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? പാട്ടുപാടി വിവേശയായ സരിത പ്രേമാർദ്രയായി അജുവിന്റെ മുഖത്തേക്ക് ഒളിക്കണ്ണിട്ട് നോക്കി. എവിടെ അജു ഒന്ന് നോക്കിയത് പോലുമില്ല. അജു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അടിപൊളിയാണ്. പാട്ട് വളരെ നന്നായിരുന്നു, നല്ലൊരു ഫീൽ തന്നു. ഇനി ഒരു ദിവസം മുഴുവൻ പാടണം കേട്ടോ. എന്തിന് ദിവസം മുഴുവൻ? പിന്നെന്തുട്ടാ അടുത്തത്? അപ്പൊ അവലെ പാടി കഴിഞ്ഞപ്പോഴേ ഞാനത് പെട്ടെന്ന് എന്റെ ശ്രദ്ധ പോയി അതിലേക്ക് പോയി. അതാണ് ഉണ്ടായത്. ഞാൻ എന്തായാലും പാട്ടിനെ പറ്റി ഒന്ന് പറയാനായിട്ട് മറന്നു പോയിട്ടാ, സോറി. പ്രജിത്ത് പ്രവീൺ, ഗുഡ് മോർണിംഗ് അജുവേട്ടൻ, സരിതേച്ചി, ജഗ്ഗു. ഗുഡ് മോർണിംഗ്. പുലരിയിൽ വിരിയുന്ന പൂക്കളെ പോലെയാണ് നിങ്ങൾ. എന്ത് രസമാണ് നിങ്ങളുടെ തമാശകൾ കേട്ടിരിക്കാൻ. മനസ്സിന് വിഷമം തോന്നുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടാൽ മതി, എല്ലാ സങ്കടങ്ങളും മാറും. ഗോഡ് ബ്ലസ് യു. സന്തോഷം. അടുത്തത് കൊച്ചുറാണി, നെല്ല് കൊടുത്താൽ നല്ലതാണ് നെയ്മുറ്റുന്ന കോഴികൾക്ക്. സൂപ്പർ. ഇന്നത്തെ വിശേഷം അത് പറയാനായിട്ടുണ്ട്, പണ്ട് കാലത്ത് പറയാനായിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഈ മുത്താൻ കോഴികൾക്കൊന്നും പറ്റില്ല എന്നുകൊണ്ട് അവരുടെ തിന്നൂല്ല നെല്ലില്ലേ. പണ്ടത്തെ നാടൻ കോഴികൾക്ക് നെയ്മുട്ടും അല്ല, നെല്ല് കിട്ടാണ്ട്. പക്ഷേ ആ നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായി തൂക്കാണ്ടാവുള്ളൂ. അവരുണ്ട് ഒരു 1.25 കിലോ താഴെ തൂക്കണ്ടാവുള്ളൂ. അവർക്ക് നെയ്യ് അധികം ഉണ്ടെങ്കിൽ അവരുടെ വേഗം അത് കഴിച്ച് കഴിഞ്ഞാൽ പോകും. ഇത് ഒരു 4.5 കിലോ 5 കിലോ തൂക്കേണ്ട ഓരോന്ന് കോഴികൾ. അവരുടെ ശരീരം മുഴുവൻ നെയ്യാണ്. അത് എത്ര നെല്ല് കൊടുത്താലും കാര്യമില്ല. അങ്ങനെ അടുത്തത് രാജലക്ഷ്മി ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, നെല്ല് കൊടുത്താൽ മതി. അതെ, അല്ല പണ്ടുണ്ട്. ടെസ്ല മൈ ഹീറോ, ഉണ്ടാക്കിയ നിങ്ങൾ ഇത്രയും കൊതി പിടിക്കുമ്പോൾ കാണുന്ന എന്റെ കൊതി എന്തായിരിക്കും? വെള്ളം ഇറക്കി എന്റെ വയറ് നിറഞ്ഞു. പൊളി സാധനം. ഗംഭീരമായ കൂട്ടാനാണത്, ഗംഭീരമായ കൂട്ടാൻ, വാക്കുകൾക്ക് അതീതമാണത്. അടുത്തത് മെഴ്സി ജേക്കബ്, കുറച്ച് നെയ്യിന്റെ കഷ്ണം മസാല മുരിയിക്കുമ്പോൾ ചേർത്താൽ വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കാം. ശരിയാ. അവ കോഴിയുടെ നെയ്യിൽ മുരിഞ്ഞ നല്ല രസം ഉണ്ടാവും. ചിലർ വെളിച്ചെണ്ണ ചേർക്കാതെ കോഴി നെയ്യിൽ മാത്രം ഉണ്ടാക്കുന്നു. ശരിയാ. അപ്പോൾ കേരളത്തിലത്തെ പലർക്കും ഇങ്ങനത്തെ കോഴികളെ ആവാറുണ്ട് ഇങ്ങനത്തെ അല്ലേ. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പോൾ ഈ കമൻറ്റ്. അതായത് നമുക്ക് ഇങ്ങനെ ഉണ്ടായ കോഴികൾ പോലെ കേരളത്തിൽ പല വീടുകളിലും ഇങ്ങനത്തെ കോഴികൾ ഉണ്ടാവാറുണ്ടെന്ന്. മനസ്സിലായേ? അടുത്തത് രാഖി സജി, എന്റെ സരിതേച്ചി ഇങ്ങനെ കൊതിപ്പിക്കല്ലേ, പോരാത്തതിന് നിങ്ങളെ കൊതിപ്പിക്കാൻ പോവാണ് എന്നൊരു ഡയലോഗും. പാട്ട് സൂപ്പർ. ചേച്ചി നാടകം നന്നായില്ലേ, തെറ്റുകളൊന്നും വരാതെ അജുവേട്ടൻ പൊളിച്ചില്ലേന്ന്.
ഗുഡ് നൈറ്റ് നാടകത്തിന്റെ കാര്യം ചോദിക്കണേ, പറ്റിയില്ലല്ലോ എന്ന്. അതായത് എനിക്ക് തെറ്റൊന്നും പറ്റിയില്ല. പക്ഷെ എനിക്ക് അതായത് അത് ഡയലോഗ് അധിഷ്ഠിതമായൊരു നാടകമായിരുന്നു. അതിൽ നമ്മുടെ എതിരായിട്ടുള്ള ആൾ പറയുന്നതനുസരിച്ചിട്ടാണ് എൻ്റെ പെർഫോമൻസ് നടക്കുക. പക്ഷേ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം തുടങ്ങി അപ്പം തന്നെ കൂടെയുള്ള ആൾ ഡയലോഗ് ഇത്തിരി കയറ്റി കുറച്ച് കഴിഞ്ഞിട്ട് പറയേണ്ട ഡയലോഗാണ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷമുള്ള ഡയലോഗാണ് എനിക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ നാടകം 35 മിനിറ്റ് ഉണ്ടായിരുന്ന നാടകം 35-40 മിനിറ്റ് ഇടയ്ക്കുണ്ടായിരുന്ന നാടകം 23 മിനിറ്റ് ആയിട്ട് ചുരുങ്ങി. പക്ഷെ പ്രേക്ഷകർക്ക് അതൊന്നും മനസ്സിലായില്ല. 23.5 മിനിറ്റില് നാടകം ഒതുങ്ങി. പ്രേക്ഷകർക്കൊന്നും മനസ്സിലായില്ല. സംഗതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുറവുണ്ടായിരുന്നു. അടുത്ത് സനോജ് ടി അർജുനൻ. നെയ്യ് കൂടുതലുള്ള ഇറച്ചിയിൽ ഉപ്പും എരിവും ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എത്ര ഇട്ടാലും നെയ്യും മുന്നിൽ നിൽക്കുന്നവരെ കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ വായിൽ കിട്ടില്ല. കറക്റ്റാ. ഇരുന്ന് തണുത്ത നെയ്യും ചാറും വേറെ വേറെ തിരിയുമ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ് വായിൽ കിട്ടുകയുള്ളൂ. അജുചേട്ടൻ്റെ പാട്ട് കേട്ട് കറിയായിക്കൊണ്ടിരിക്കുന്ന കോഴിയുടെ ആത്മാവ് വരെ പറഞ്ഞു, ഞാൻ ചത്തത് നന്നായി. എന്നത്തെയും പോലെ ചേച്ചിയുടെ പാട്ട് സൂപ്പർ. സ്നേഹം മാത്രം അജുചേട്ടാ, ചേച്ചി ജഗ്ഗു. അടുത്ത സിജി രാജേഷ്. ആദ്യമായിട്ടാണ് മണിയുടെ പാട്ട് ഇങ്ങനെ കാലം നീട്ടിയിരുന്ന് പാടുന്നത് കാണുന്നത്. അമ്മാമ്മ നാമം ചൊല്ലുന്നത് ഓർമ്മ വന്നു. ഇതിലും വലിയ കളിയാക്കലോ സ്വപ്നങ്ങളിൽ മാത്രം. അതെ. അടുത്തത് മധു പുത്തൂർ രാമൻ. വേപ്പില അതൊരു കിട്ടാകനിയാണ് പ്രവാസികൾക്ക്. താഴെ നിന്ന് നുള്ളിയെടുത്ത തണ്ടിന് ഇവിടെ 2-3 റിയാൽ കൊടുക്കണം. ഇലകൾ കറിയിലും തണ്ട് ഇറച്ചിക്കറിയിലും ഇടും. നിങ്ങൾ കളഞ്ഞതെടുത്ത് ഒരു ഇഞ്ച് കഷ്ണങ്ങളാക്കിയത് ഏത് ഇറച്ചിക്കറിയിലും ഇട്ടാൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. പണ്ട് മുത്തശ്ശിമാർ സൂപ്പ് ഉണ്ടാക്കും, അതിൽ ഈ കഷ്ണങ്ങളാണ് ഇടാറ്. മണിച്ചേട്ടന്റെ നാടൻ പാട്ട് നാടക ഡയലോഗിൽ പറഞ്ഞ അജുചേട്ടൻ മഹാനാണ് കേട്ടോ. വേപ്പിലൊക്കെ ആളുകൾക്ക് നമുക്ക് ഒരു വിലയില്ല എന്നുള്ളോ. പക്ഷെ അത് ചിലർക്ക് അതിന്റെ കിട്ടാത്തവർക്കാണ് അതിന്റെ വില അറിയുള്ളൂ. വേപ്പില മുരിങ്ങലൊക്കെ അങ്ങനെയും തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ ഇഷ്ടം പോലുള്ള കാരണേ നമുക്ക് അതിനോട് വലിയ ഇത് തോന്നില്ല. അത് പക്ഷെ വെട്ടി കളഞ്ഞപ്പോഴാണ് അത് നല്ല കൂമ്പുകളായിട്ട് വരുന്നത്, നല്ല ഭംഗിയുള്ള തലകളായിട്ട് വരുന്നത്. ഇപ്പോൾ അടുത്ത ബാക്കി സുമം. ക്യാമറാമാൻ കറിവേപ്പിനെ കാണിക്കുന്നത് പോരാഞ്ഞ് മരത്തിന്റെ മുകളിൽ കയറി കറിവേപ്പില കാണിച്ചു തന്ന അജുവേട്ടന്റെ മനസ്സ്. അടുത്ത ജിഷ തോമസ്. ക്ഷമ ചോദിച്ചത് നന്നായി, അല്ലെങ്കിൽ നൊയമ്പ് സമയത്ത് ഇങ്ങനൊരു കോഴിക്കറി ഉണ്ടാക്കി കാണിച്ച് കൊതിപ്പിച്ചതിന് ഒരിക്കലും ക്ഷമ തരില്ലായിരുന്നു. പിന്നെ ഡാലിയ ദിവാകരൻ. സരിത വളരെ പ്രതീക്ഷയോടെ ഇതിനെന്താ ചേരുക, പൊറോട്ട ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചോറായിരിക്കും എടുക്കുക എന്ന് മറുപടി വന്നു. നമ്മളിത് എത്ര കണ്ടതാ. അടുത്തത് പബ്ലിക് റിപ്പോർട്ടർ PC. ഹലോ നമസ്കാരം. അജുചേട്ടൻ ഒരു സിനിമ സംവിധാനം ചെയ്തുകൂടെ? ഞാൻ നിർമ്മാതാവാകാം. എന്റെ സഹോദരിമാരെ നായികയുടെ അനുജത്തിമാർ ആക്കാം. ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് 3 പെൺകുട്ടികളുടെ കഥയാണ്. നായകൻ ഇവരെ നമ്മൾ കണ്ടെത്തണം. 1 കോടി രൂപ ഞാൻ മുടക്കാം. ഒരു കൈ നോക്കിയാലോ. സിനിമ സംവിധാനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് കുറച്ച് കാശ് വേണ്ടി വരും. 5-8 കോടി രൂപ വേണ്ടി വരും. ഞാനിപ്പോൾ വിചാരിക്കുന്ന സിനിമ റെഡി ആവണമെങ്കിൽ. അപ്പോൾ അത് 1 കോടി കൊണ്ട് നമുക്കൊന്നും ആവില്ലല്ലോ. ഇത് പഴയകാല സിനിമയാണ്. പണ്ടത്തെ കാലത്തെ സിനിമയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ 1980-90 ഇടയിൽ നടക്കുന്ന ഒരു കഥയാണ് പ്രമേയം. പണ്ടത്തെ സിനിമയാണ്. അതന്നെ പറഞ്ഞേ. അല്ല അവര് എന്തിട്ടാണ് പണ്ടത്തെ ഏതെങ്കിലും സിനിമ റീമേക്ക്. അടുത്ത അൽഫോൻസ സേവിയർ. ശരി അജു, ഐ ആം കമ്മിങ് ടു യുവർ ഹോം. ക്യാൻ കുക്ക് ഫോർ മീ ദിസ് കൈൻഡ് ഓഫ് നെയ്യുള്ള ചിക്കൻ കറി വെച്ച് തരുമോന്ന്. പിന്നെന്താ ലിവിംഗ് ഇൻ ലണ്ടൻ. ഒരു കോഴി ഉണ്ട് ഇവിടെ. നെയ്യുള്ള കോഴി 4 പേരും കൂടി ഉണ്ട് ഇല്ലേ? 3 നെയ്യുണ്ട്. 3 ഇങ്ങനത്തെ കോഴി തന്നെയാണ്. 1 നാടനിൽ പെട്ടത്. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അടുത്ത ടോമെൽദോ. ഇന്നത്തെ ഹൈലൈറ്റ് ചിക്കൻ കറിയേക്കാളും സരിതയുടെ പാട്ടിനേക്കാളും അജുവിന്റെ പാട്ടാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പദ്യപാരായണം സിനിമ പാട്ട് പോലെ പാടിയത് ഓർമ്മ വരുന്നു. എന്തായാലും വീഡിയോ ആസ്വദിച്ചു. റിയാസ്. അജുവിന്റെ പാട്ട് കേട്ട് ചാർലി ചിന്തിക്കുന്നുണ്ടാവും, ബാക്കി എല്ലാം കൊണ്ടും ഇവിടെ സുഖമാണ്, പക്ഷെ ഇങ്ങേരുടെ പാട്ട് അൺസഹിക്കബിൾ. ആ ബുക്ക് എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് നശിപ്പിച്ചു കളയണം. പിന്നെ രാജൻ കുട്ടപ്പൻ. ചൂടാറിയിട്ട് കഴിച്ചാൽ മതി, അതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം ഒന്നും വരുന്നില്ലല്ലോ എന്ന്.
നമ്മുടെ കൊതി കണ്ടിട്ട്. അപ്പൊ ഭയങ്കര ടേസ്റ്റുള്ള കൂട്ടാനത്. അപ്പൊ ഇതുപോലത്തെ കമന്റ്സ് ആണ് കേട്ടോ ഈ വീഡിയോ കൂടുതൽ. അല്ല ഈ കമന്റ്സ് വന്നിട്ടുള്ളത് മുഴുവൻ ഇതാണ് കൂടുതൽ. ചിക്കൻ കറി കാണിച്ച് കൊതിപ്പിച്ചു എന്നുള്ളതും പിന്നെ എന്നിട്ട് ചേട്ടാ പിന്നെ എന്റെ പാട്ട്. അപ്പൊ ഇനി മുതൽ പാട്ട് പാടരുത്. അല്ല പാട്ടൊക്കെ ചേട്ടൻ പാടിക്കോ. ചേട്ടൻ ഇങ്ങനെ ശരിക്കും അതിനെ കുറിച്ചിട്ട് ചിലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരികളൊന്നും കറക്റ്റ് ട്യൂണിൽ വരാണ്ടേ, വെറുതെ ചില സ്ഥലത്തൊന്നും ട്യൂണ് വരാണ്ട് വെറുതെ പടം വായിക്കണ പോലെ പോയി. അതാ. അടുത്തത് നമ്മള് ചാണ്ടീരെ ഇവിടേക്ക് പോയില്ലേ, ആ ഈ ഫാം ഹൗസ് ഇരിക്കി, അവിടുത്തെ കമന്റുകളാണ് പറയണത് കേട്ടാ. അത് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 50 മിനിറ്റ് ഉണ്ട്, വലിയ വീഡിയോ. അപ്പം അതിനിടയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് 2 വീഡിയോ ആക്കിയിട്ട് ഇട്ടെ. അപ്പോൾ ആ ഫസ്റ്റത്തെ പാർട്ട് ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ തന്നെ ഞാൻ തലയിൽ കഴിച്ചു. കയ്യിൽ നിന്ന് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരക്ഷരം ചേട്ടനെ കൊണ്ട് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കണില്ല. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്കെന്നെ ദേഷ്യം വന്നു പല സമയത്ത്. കാരണം പാവമുണ്ട് ചേട്ടനെ നോക്കുമ്പോഴേ എന്തിട്ടൊക്കെയോ പറയാൻ വരുന്നുണ്ട്, പാവം. അപ്പം ഞാനാണെങ്കിൽ അത് ചേട്ടന് മൈൻഡ് ഇല്ല, അവിടെ അങ്ങനെ ഒരാളെ ഇല്ല എന്നുള്ള പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഈ വീഡിയോ മുഴുവൻ അജുവിനെ സരിത സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള കമൻസ് ആയിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യണവർ വരെ എന്നെ ഇന്ന് ചീത്ത വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ ഊഹം തെറ്റിയില്ല. പ്രിൻസി കുര്യൻ, ഡിയർ സരിത, ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കരുത് ദയവ് ചെയ്ത്. അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ സംസാരിക്കുന്നതാണ് ഉചിതം. ഇതൊക്കെ എനിക്കറിയാം. ആദ്യം നല്ലൊരു കേൾവിക്കാരിയാകൂ. ഞാൻ നല്ലൊരു കേൾവിക്കാരിയാണ്. എൻ്റെ അടുത്ത് സംസാരിക്കുന്നവർ പറയണ കാര്യമാണ് ഞാൻ നല്ല ശ്രോതാവാണ്. കാരണം അവർ പറയണത് മുഴുവൻ ഞാനിങ്ങനെ കേട്ടിരിക്കും, എല്ലാം കേൾക്കും, മറുപടി പറയും കറക്റ്റായിട്ട്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കില്ലേ, കാരണം എന്താ വെച്ചാൽ ചേട്ടൻ ഒന്നും ശ്രദ്ധിക്കില്ല. അവരെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അവർ പറഞ്ഞതൊന്നും ചേട്ടൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ടാവുന്നുള്ളൂ. പക്ഷെ ഞാൻ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കും, എല്ലാതും. എനിക്ക് എന്നിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഞാൻ എടുത്ത് ചോദിക്കും. അങ്ങനെയാണ് ഞാൻ. പക്ഷേ ഈ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ എന്തിട്ടാണ് ചില സമയത്ത് കുറേ ഇങ്ങനെ പറയാൻ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും എനിക്ക്. അതങ്ങനെ ഇങ്ങോട്ട് പറയാനുള്ള ആവേശമായിരിക്കും. ആ സമയത്ത് ഞാൻ അടുത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചേട്ടൻ സംസാരിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഇനി ഞാനത് ശ്രദ്ധിക്കൂട്ടെ ചേട്ടാ, ഞാൻ ഇനി മിണ്ടില്ല. ചേട്ടൻ എന്നെ ഗംഗേന്ന് വിളിക്കണ പോലെ ഞാനത് നിർത്താണ്ട് പറയുമ്പോ ഒരു വിളി വിളിച്ചാൽ മതി, സരിതയെന്നൊരു വിളി വിളിക്കുക. അപ്പൊ ഞാൻ മിണ്ടാണ്ടിക്കാം. പിന്നെ അജു പറയുന്ന കാര്യങ്ങൾ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉടനെ ഒരു കളിയാക്കിക്കൊണ്ടുള്ള സരിതയുടെ സംസാരം, ദാറ്റ്സ് നോട്ട് ഗുഡ്. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകൂ, അതാണ് നല്ല വ്യക്തിത്വം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവില്ല വീഡിയോ കാണുമ്പോൾ. പക്ഷെ ശരിക്കും ഞാൻ അങ്ങനെയല്ല കേട്ടോ, നന്നായിട്ട് റെസ്പെക്റ്റ് ഒക്കെ ചെയ്യണതാ. പിന്നെ വീണ്ടും അങ്ങനത്തെ കമൻസ് തന്നെ കേട്ടോ കുറേ ഉണ്ട്. രാധാമണി ശശിധരൻ, അജുവിനെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കൂ, പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. ഗീത CK, അജുവിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, റോസ് എഡ്യൂക്കേഷൻ. ഇതെന്താ സരിത ചേച്ചി, സംസാരം കോമ്പറ്റീഷൻ ആണോ? പ്ലീസ് അജു ചേട്ടനെ ഒന്ന് പറയാൻ അനുവദിക്കൂ, അജു ചേട്ടൻ്റെ സംസാരം നല്ല രസമല്ലേ. അടുത്തത് ലിമി ശശി, വാക്കുകൾ ഇടയ്ക്ക് തെറ്റിപ്പോകുമെങ്കിലും അജു സംസാരിക്കട്ടെ സരിതേ. തെറ്റി പറയുമെങ്കിലും അജു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് രണ്ടുപേരും കൂടി പറയുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ല. ഒരാൾ സംസാരിക്കുമ്പോൾ നല്ല കേൾവിക്കാരിയാകൂ. നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരഭിപ്രായം ഒരിക്കലും ഇല്ല, നെഗറ്റീവായിട്ട് എടുക്കില്ല. ഉള്ള കാര്യം എന്തായാലും വളരെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. നമുക്ക് നമ്മുടെ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള എന്താ പറയാ, അതെ, മിണ്ടാണ്ട് നിൽക്കാൻ ഞാൻ ശ്രമിക്കാം. മിണ്ടാണ്ട് നിൽക്കരുത്, വർത്താനം പറയണം, അറിയുന്നത് പറയണം ആളുകളോട്. ഇപ്പൊ എനിക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പോ നീ പറയുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് കൊടുക്കണല്ലോ ചെയ്യുന്നത്. പക്ഷെ ചേട്ടന് തീരെ സംസാരിക്കാൻ സമ്മതിക്കാണ്ട് ഞാനിങ്ങനെ ഇങ്ങോട്ട് വല്ലാണ്ടൊന്നും ഔട്ടടിച്ചാൽ ശരിയാ. അങ്ങനെ വേണ്ട, അപ്പൊ മാറ്റാം അല്ലേ, മാറ്റില്ലേ, മാറ്റണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. മധു പുത്തൂർ രാമൻ, റോഡിൽ നിൽക്കുന്ന സീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അജു ചേട്ടൻ പിന്നാലെ നടക്കുന്ന സരിതയെയും കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചില കല്യാണങ്ങൾക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച പോലെ തോന്നി. കല്യാണച്ചക്കൻ വണ്ടിയിൽ കയറിയാലും വണ്ടിയിൽ കയറാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറച്ച് അമ്മാവന്മാരെ കാണാറുണ്ട്. അവരെ വണ്ടിയിൽ കയറ്റപ്പെടുന്ന പാട് അമ്മായിമാരെയും അതുപോലെ തോന്നിപ്പോയി. ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ ആടിയോ? അജു ചേട്ടാ, നിങ്ങൾ ഒരു വട്ടം ഹെഗനഗൽ പോകണം. കാവേരി നദിയിൽ കൊട്ടവഞ്ചി സൂപ്പറാണ് അവിടെ. മുല്ല ഷബീർ,
സൂര്യനും സ്വന്തം അതിലൊന്നും പറയണ്ട. ഇല്ല, അതിൽ പറഞ്ഞ ഈ പണ്ട് കാലത്ത് നമുക്ക് ഈ കല്യാണത്തിൻ്റെ അനുഭവങ്ങൾ അറിയാം. ഈ പ്രായമായി അവരെ അങ്ങോട്ട് വിളിച്ച് കയറ്റാനായിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നത്. കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാലേ ഇവർ അവിടെ ഇവിടെ കയറി നടക്കും. ഒരു വെയിറ്റ് കൂടുതലുള്ള ഒരു ഇതുണ്ട് അവർക്ക്, ഒരു വെയിറ്റ് കൂടുതലേ. അവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത് കാരണത്തെ ഒരു തന്ത്രങ്ങളായിരിക്കും. വെയിറ്റ് ഞങ്ങളെ പരിഗണിക്കണം. പിന്നാലെ ഞാൻ എന്നാണ് പറഞ്ഞത്. അടുത്തത് മുല്ല ഷിബിർ. സൂര്യനും സ്വന്തം ചന്ദ്രനും സ്വന്തം, സന്ധ്യ നീന്നാർക്ക് സ്വന്തം എന്ന ഗാനമാണ് പുള്ളുപാടത്തിലെ മനോഹരമായ സായാഹ്നം കണ്ടപ്പോൾ മനസ്സിലെത്തിയത്. എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ച് കഴിച്ച് ആ കൊട്ടാവഞ്ചിയിൽ കയറുക, പുഴയുടെ നടുവിൽ ചെന്ന് കറങ്ങുക. ആഹാ, അടിപൊളിയായിരിക്കും. അതിൽ നിന്ന് ഛർദിൽ, വാഴത്തോട്ടത്തിൽ കറങ്ങുന്ന ട്രിപ്പ്, നനയ്ക്കാനിട്ട പോലെ പൂത്തിരി കണക്കെ വീശിയടിക്കും. ഓ, അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ആ തുഴയുന്ന ചേട്ടനും കിട്ടും. സത്യത്തിൽ നിങ്ങൾ കറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് തലക്കറക്കം വന്നുട്ടാ. ശരിയാ, ശരി, തലകറക്കം വരും. അവരിട്ട് എന്തോരം സ്പീഡിൽ വേണമെങ്കിലും ഒരു വട്ടം കറക്കിട്ടാ വേണമെങ്കിൽ. പക്ഷെ അത് പറഞ്ഞപ്പോലെ ഇങ്ങനെ രണ്ട് ഇതാക്കിയുള്ളൂ. പിന്നെ ആ ചേട്ടനെ കണ്ടിരിക്കുന്നു, അത് നിൽക്കില്ല. ഞാൻ ആസ്വദിച്ചു. ചേട്ടൻ ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോ ആ നിർത്തണേ പറഞ്ഞാൽ എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് രണ്ടു വട്ടമാക്കി കഴിഞ്ഞാൽ നിൽക്കും അങ്ങനെ. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. ഈ പറഞ്ഞ ഞാൻ അതിൽ പറയുന്നുണ്ട്, മറ്റേ ഛർദിക്ക് വേഗം വരുന്നവരൊക്കെ ഇല്ല, ഇങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളവർ, അങ്ങനെയുള്ളവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഭയങ്കര പ്രശ്നവും. അടുത്തത് വൈജയന്തി. സരിതമോളെ, കൊട്ടവഞ്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും മലരൊക്കെ ചെയ്തപ്പോൾ ഞാൻ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. വഞ്ചി ബാലൻസ് തെറ്റല്ലേന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പ്രകൃതി ഭംഗി അടിപൊളി. അടുത്തത് ഡാലിയ ദിവാകരൻ. സരിതയ്ക്കും നാക്ക് ഉളുക്കും കേട്ടോ. പറഞ്ഞ പോലെ വക്കീലിന്റെ ശബ്ദം ശരിക്കും ലാൽ ജോസിന്റെ പോലെ തന്നെ. അതെ, ശരിക്കും ലാൽ ജോസിന്റെ ശബ്ദം പോലെ തന്നെയാണ് ആളുടെ. അടുത്തത് അഭിഷ ഷാംജി. ഹായ് ചേട്ടാ, ചേച്ചി, ജഗ്ഗു, നല്ല വീഡിയോ. കണ്ണിന് കുളിർമയേകിയ കാഴ്ച ആയിരുന്നു. ഒത്തിരി ഇഷ്ടമായി കുട്ടവഞ്ചിയിലെ യാത്ര. എൻ്റെ പ്ലേസ് കൊല്ലം പുനലൂരാണ്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ പോയ ഒരു പ്ലേസ് ആണ് മേക്കര ഡാം. നിങ്ങൾ കുമാരി ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ പോയില്ലേ അവിടെ? മറ്റേ പാലരുവി അങ്ങനത്തെ ആ ഡാം നിറഞ്ഞൊഴുകുന്ന ഡാമല്ലേ? നമ്മള് ഈ അവിടെ മോളിലേക്ക് പോയില്ലേ? അതെ അതെ, മേക്കര ഡാം അതന്നെ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ആ ഡാമിൽ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു. അവിടെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് വീട്ടിലെല്ലാരും കാണിക്കുകയും ചെയ്തു. അല്ലെ, വീട്ടുകാരെയും ചിലപ്പോ തല്ലുള്ളൂ. ഈ സ്ഥലത്ത് ഞങ്ങൾ പോയ സമയത്തായിരുന്നു ചേട്ടാ, ഒരു ഡിസംബറിന്റെ അടുത്താണ് പോയത്. ആണോ? ഡിസംബറിൽ? അത് ഓണത്തിന്റെ ടൈമിലാണ് പോയി നമ്മൾ. ആ സമയത്ത് പോയത്. ഓണത്തിന്റെ ടൈമില് ഓണം വെക്കേഷനിലാണ് പോയത്. ആ സമയത്ത് പോട്ടാ, ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പോൾ ജൂൺ ജൂലൈയിലത്തേക്ക് മഴ പെയ്തിട്ട് അവിടെ വെള്ളം അതിങ്ങനെ നിറഞ്ഞൊഴുകും. ഓ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. കാരണം ഞാൻ പറഞ്ഞിട്ടാണ് അവിടേക്ക് പോയത്. തിരികെ വന്നപ്പോൾ പിന്നെ തിരുമല കോവിലിൽ കൂടെ കയറി. ഞങ്ങൾ പോയത് ഏപ്രിൽ മാസത്തിലാണ്. നല്ല സമയത്താ പോയത്. അടുത്ത അനിതാ പ്രദീപ്. സരിതയ്ക്ക് നാവ് കൂടുതൽ, ആദ്യമായിട്ട് സംസാരിക്കട്ടെ. എന്തിട്ട് ചെയ്യാ നാവിനെ ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാന്? അവൾക്ക് കഴുത്തിന് ചുറ്റാണ് നാവ്, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മള്. സുനിത സന്തോഷ്. ഐ എം എ വ്യൂവർ ഓഫ് യുവർ വ്ളോഗ്സ് റെഗുലർലി. ഐ ലവ് വാച്ചിങ് യുവർ വ്ളോഗ്സ് വെരി മച്ച്. സരിത, ഇൻ ദിസ് വീഡിയോ ഓഫ് യുവേഴ്സ് യു ആർ മെൻഷനിങ് അബൌട്ട് വെള്ളമടിക്കാം. പ്ലീസ് അവോയ്ഡ് സച്ച് ടോക്സ് ബിക്കോസ് ദർ ആർ പീപ്പിൾ ഓഫ് യങ്ങർ ജനറേഷൻ, ചിൽഡ്രൻ ആൻഡ് ഓൾ വാച്ചിങ്. So when it comes from you, it's not good. So please avoid such sentences. I may sound very silly for some, but I feel you can bring positivity by avoiding that kind of words, please. തീർച്ചയായിട്ടും നമ്മൾ ഇനി അങ്ങനെ പറയില്ല കേട്ടാ. നമ്മൾ അങ്ങനെ ഒരു സാധാരണ ഒരു ഒഴുക്കം മട്ടിൽ നമ്മൾ പറയണമെന്നുള്ളൂ. വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയില്ലേ, നമുക്ക് ആർത്തുല്ലസിക്കാം, ആഘോഷിക്കാം, പാട്ട് പാടാം, വെള്ളമടിക്കാം, അങ്ങനെയൊക്കെ ഒരു ഒഴുക്കിന് പറയില്ലേ. അതാണ് അത്ര അല്ലോ. ഇനി അങ്ങനെ പറയില്ല. യുവജനങ്ങളെ ഒരിക്കലും വഴിതെറ്റിക്കാൻ ഞങ്ങള് അതന്നെ. അടുത്തത് ഇസ്മയിൽ കറുകപ്പാടത്ത്. ഈ വഴി എങ്കടാ പോണേ, ഈ വഴി അങ്കടാ പോണേ. അത് എപ്പോഴാ പറഞ്ഞ നമ്മള്? നീ ചോദിച്ചു. ശരി, ഈ വഴി എങ്കടാ പോണേ. വീഡിയോ കണ്ട് ഞങ്ങൾക്കും തല കറങ്ങി എന്നൊക്കെ ഉണ്ട് ഇട്ടേക്കാൻ വേണ്ടി. പിന്നെ ഷിഞ്ചു ചേറോത്ത്. സരിത, സ്മാർട്ട്നെസ് നല്ലതാ, പക്ഷെ ഓവർ സ്മാർട്ട് ആകരുത്. മിക്ക ആൾക്കാരും നിങ്ങളുടെ വീഡിയോ കാണുന്നത് അജുവിനെ കാണാനും സംസാരം കേൾക്കാനും പുള്ളിയുടെ കുക്കിംഗ് കാണാനുമാണ്.
അജുവിനെ സംസാരിക്കാൻ അനുവദിക്കുക, പരിഹസിക്കുന്നത് നിർത്തൂ. പുള്ളിയുടെ സംസാരം തെറ്റും, അത് കേൾക്കാൻ രസമാണ്. സരിത അത് തിരുത്തി മെയിൻ ആകണ്ട. തെറ്റുമ്പോൾ ഞാൻ അടുത്തത് ഡാലിയ എന്തായാലും അത് വായിച്ചിട്ടില്ല കുറെ. സരിത അതിന് എന്താ പറയാ, കുറച്ച് വീഡിയോയിൽ ഞാൻ വരണ്ടെന്ന് വെച്ചാലോ, ഏയ് അത് ഞാൻ മാറുന്ന ഒരു ബ്രേക്ക് എടുത്താലോ. എനിക്ക് വർത്താനം പറയാൻ പറഞ്ഞിട്ടില്ലേ, ചേട്ടനെ കാണാനും ചേട്ടന്റെ സംസാരം കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇല്ലാത്ത വീഡിയോയിലാണ് ചേട്ടൻ ഭയങ്കര പെർഫോമൻസ് ആണ്, നന്നായി സംസാരിക്കും. ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് പ്രാധാന്യം നിനക്ക് പ്രാധാന്യം ഒന്നുമില്ല, എല്ലാവർക്കും പ്രാധാന്യം ഒരേ പ്രാധാന്യം. എന്തായാലും ഇനി അടുത്ത ആഴ്ചയിലത്തെ ഒറ്റ വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല ചേട്ടാ. ഞാൻ ഒന്ന് മാറി നിൽക്കാൻ പോവാ, ബ്രേക്ക് എടുക്കാൻ പോവാണ്. എനിക്കും വേണം ഒരു ബ്രേക്ക്. അടുത്ത ഡാലിയ ദിവാകരൻ. കൊട്ടവഞ്ചി കറക്കിയപ്പോ സരിതയുടെ സൗണ്ട്, ഇതിന്റെ ബ്രേക്ക് എവിടെ ചേട്ടാ, ആ നിലവിളി ശബ്ദം ഇടൂ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. അടുത്തത് SKJ. സ്ത്രീകൾക്ക് എല്ലായിടത്തും 50% സംവരണം ആയി കഴിഞ്ഞാൽ നിയമസഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും ഒരെണ്ണം പോലും ഇരുന്ന് ഉറങ്ങിയില്ലാന്ന്. എന്തോന്നടേ ഇത്, സരിത ചേച്ചി ഒരെണ്ണത്തിനെയും സംസാരിക്കാൻ വിടത്തില്ലല്ലോ, ഇതെന്നാ എക്കോ ആണോ? മനസ്സിലായി? അല്ല, ഇപ്പോ നിയമസഭയിൽ ലോക്സഭയിൽ രാജ്യസഭയിലൊക്കെ 50% പെണ്ണുങ്ങളാന്ന് വിചാരിക്കും. പെണ്ണുങ്ങള് നിർത്തില്ലല്ലോ സംസാരം, അപ്പൊ ബാക്കി ഇവരുടെ ശബ്ദം കാരണം ആർക്കും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയല്ല, ഇത് നിയമസഭയിലും പാർലമെന്റിലൊക്കെ നമുക്ക് സംസാരിക്കാൻ അനുവദിക്കുമ്പോ മാത്രം ബാക്കിയുള്ളവരൊക്കെ ഓഫ് ആക്കി ഇടാൻ പറ്റും. നമ്മള് വ്ളോഗ് ചെയ്യണ പോലെ വളവളവളാന്ന് സംസാരിക്കാൻ അങ്ങനെ എന്തോ ഉണ്ട്, സ്പീക്കർ അവിടെ എന്തോ ഇതുണ്ട് സിസ്റ്റം, അതിനുള്ള എല്ലാവരും ഓടിട്ട് തിക്കും തിരക്കുണ്ടാവില്ല. അപ്പൊ അങ്ങനെ അപ്പൊ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടാ, എന്നോട് സംസാരം കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാവുണ്ട്, എനിക്ക് തന്നെ പാവം തോന്നി ആ വീഡിയോ. വർത്താനം പറയാനായിട്ട് പറ്റണില്ല കാരണം. ഇനി അതിന്റെ രണ്ടാം പാർട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാ. ഷാജി ഫിലിപ്പ്. അജു എന്താ ഇങ്ങനെ, ആദ്യം വേണ്ടാന്ന് പറയും, എന്നിട്ട് വാങ്ങി കഴിയുമ്പോ നല്ല തട്ടും. കൊത്തു പൊറോട്ട എനിക്ക് വേണ്ട, ചേട്ടൻ മുഖം കാണാൻ സമയത്ത് എനിക്ക് വേണ്ടാന്ന് പറയും, എന്നിട്ട് വാങ്ങിക്കുമ്പോ കഴിക്കുകയും ചെയ്യും. അല്ല, അത് ഇവരൊപ്പം ഇത് കഴിക്കാനുള്ള ഒരു രസം അങ്ങനെയാണ്. ഇത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാണ്ടല്ലോ. എനിക്ക് ഒരെണ്ണം കൊത്തു പൊറോട്ട ഒരെണ്ണം സെപ്പറേറ്റ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാണ്ടല്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഇവരെ കയ്യിൽ നിന്ന് ഒന്ന് ജഗ്ഗുവിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സരിതയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ ഇടയിൽ തിക്കുന്നവരെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്കിഷ്ടം. അതെന്താണെന്നറിയില്ല, അതങ്ങനെയാണ് ഒരു ശീലം. ഒറ്റയ്ക്ക് കഴിക്കാനായിട്ടല്ല ശരിക്കും, അത് സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ. അത് സ്നേഹ കൂടുതൽ കൊണ്ടാണ് കേട്ടാ. അപ്പം നിങ്ങളും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും ഒരു ദിവസം. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കില്ലേ, അപ്പോൾ ഭർത്താവിനോട് പറയാ നമുക്ക് 2 പേർക്കും ഒരു പ്ലേറ്റ് മതി എന്ന് പറയാം, എന്നിട്ട് കഴിച്ചു നോക്ക്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്ക്. ഇതൊക്കെ ഇല്ലേ ജീവിതത്തിലെ രസം. എന്താ അതല്ല, ഇപ്പൊ നമുക്ക് നല്ല വിശപ്പുള്ള സമയവും, അപ്പൊ നമുക്ക് ചിലപ്പോ ഒരെണ്ണം നമുക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോ അത് മുഴുവനും കഴിക്കാനുള്ള വിശപ്പ് നമുക്ക് ഉണ്ടാവും. ആ സമയത്താണ് ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് കഴിക്കാൻ വരാം. അപ്പൊ ഈ ഒരെണ്ണം മുഴുവൻ കഴിച്ചാലും എന്റെ വിശപ്പ് മാറില്ല എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കണേ. അപ്പോഴാണ് ചേട്ടൻ വരാം. ചേട്ടന്റെ കഴിക്കലെന്ന് പറഞ്ഞാൽ ചേട്ടൻ ചവച്ചരക്കില്ല ഒരിക്കലും, ഞാൻ പതുക്കെ ചവച്ചരച്ച് മാത്രം ഞാൻ കഴിക്കുള്ളൂ. ചേട്ടനാണെങ്കിൽ വിഴുങ്ങുക ചെയ്യുക. അപ്പൊ ഞാനൊരെണ്ണം ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചു വരുമ്പോഴത്തേക്കും പകുതിയായിട്ടുണ്ട്. അതില്ല, അതപ്പോൾ അല്ല അതുണ്ടാവായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞതിൻ്റെ ഇതിൻ്റെ വിശമാരില്ലെങ്കിൽ അടുത്തതും കൂടി ഓർഡർ ചെയ്യാലോ വേണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോഴും ഒരുമിച്ച് അപ്പോഴും ഒരുമിച്ച് തന്നെ കഴിക്കാലോ. കഴിക്കാൻ തോന്നില്ലേ? അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേന്ന്, ശരീരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേന്ന് മനസ്സിലായില്ലേ? ചേട്ടനാണ് എന്റെ കാരണം അധികം കഴിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഞാനപ്പോ ഇതെന്താ കട്ട് ചെയ്ത് കളഞ്ഞേ, ഞാൻ ആ ചീത്ത പറയണതൊക്കെ അങ്ങനെ കിട്ടൂലേ? ദൂരെ നെഗറ്റീവ് കമന്റ് ഉള്ള ഈ വീഡിയോയില് ചേട്ടൻ മറ്റേ തേക്കിന്റെ പോസ്റ്റിന്റെ അടുത്തേക്ക് പോയപ്പോ ഞാൻ അതെന്താ കട്ട് ചെയ്ത് കോമഡി അല്ലേ? അപ്പൊ അതില് ഒരു മറ്റേ തേക്കിന്റെ പോസ്റ്റ് എടുക്കുന്നോന്റെ അടുത്തേക്ക് ചേട്ടാ ഹായ് പറഞ്ഞിട്ട് പോയപ്പോ ഞാൻ എന്തിട്ടൊക്കെ അവിടെ കിടന്ന് പറയണേ എഡിറ്റ് ചെയ്ത് കളയാണ്ട് അങ്ങനെ ഭയങ്കര ഒടുക്കത്തെ വെയിലാണ് അവിടെ. ആ സമയത്ത് സരിതയാണ് വെയിലത്ത് നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കാണ്. ആ സമയത്താണ് ഞാൻ പണ്ടത്തെ ഒരു തേക്കിന്റെ കരണിക്കമ്പി പോണ തേക്കിന്റെ പോസ്റ്റ് എടുക്കുന്നത്. കഥയെ പറയാൻ പോയി അതൊന്ന് പറഞ്ഞു കഥ. അല്ല, കഥ പറയാനൊന്നുമില്ല. അല്ല, പണ്ട് കാലത്ത് ഇങ്ങനത്തെ തേക്കിന്റെ ഇതുമേ പോസ്റ്റ്മേ ആയിരുന്നു എന്നുള്ള അങ്ങനത്തെ ഞാനെന്തോ പറയാനാണ് വന്നത്. കഥ ഉണ്ടായിരുന്നു എന്നുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ പോസ്റ്റ് കണ്ടാൽ വിനോദ് കുമാർ, ഒരു മിനിറ്റ് പേര് നോട്ടെ, വിനോദ് കുമാർ മാധവൻ. സരിത കുറച്ച് ഓവറാകുന്നുണ്ട്. ഒരാളെ
ഇത്ര കണ്ട് വിലയില്ലാതെ സംസാരിക്കരുത്. ആ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടപ്പോൾ അജുവിൻ്റെ പഴയ ഓർമ്മകൾക്ക് കുറച്ചെങ്കിലും വില കൽപ്പിക്കാതെയുള്ള കളിയാക്കൽ കുറച്ച് കൂടിപ്പോയി. ഈ സമയത്ത് കുറച്ച് വെയിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സനോജ് ടി അർജുനൻ, പഴയ തേക്ക് പോസ്റ്റ് കണ്ട് അജു ചേട്ടൻ സ്വതസിദ്ധമായി തിരിഞ്ഞതുപോലുള്ള പല മൂമെൻറ്റ്സുകളും അതിനെപ്പറ്റിയുള്ള വിവരണവും അതിലെ കഥകളുമാണ് നിങ്ങളുടെ ചാനലിലെ നിഷ്കളങ്കത അല്ലെങ്കിൽ വേറെ ഒരു ചാനലിലും കാണാത്ത ഫീൽ. അതിന് ഞാൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു സാധനയിലുണ്ട്. അത് പക്ഷെ ആളെ എഴുതിയിട്ടില്ല. പ്ലേറ്റിലായ കൊത്തുപൊറോട്ടയ്ക്ക് കിണ്ണം കാച്ചി ലുക്കാണല്ലോ. സ്നേഹം മാത്രം വഹിച്ചേട്ടാ ചേച്ചി ജഗ്ഗൂസ്. അത് ഇതാണ് വെയില് കൂടുതലായ കാരണം സരിത പറഞ്ഞ മതി എന്നിട്ടാണോ ഞാൻ ആ വീഡിയോ ആ പാർട്ട് ഞാൻ കണ്ടിട്ടില്ല. അതില് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ചീത്ത പറയേണ്ടതുകൊണ്ട്. നിങ്ങളുടെ വീഡിയോ ഒരു പോസിറ്റീവ് എനർജിയാണ്. അയ്യോ സോറി. അടുത്തത് പ്രമോദ് മേഫാബ്, നിങ്ങളുടെ വീഡിയോ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു പ്രവാസിയായ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നാൽ ആദ്യം കാണുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്. ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, കാരണം നോമ്പായതുകൊണ്ട് 6 മണിക്കൂർ മാത്രമേ വർക്കുള്ളൂ. താങ്ക്സ് അജു ചേട്ട, അജു, സരിത, ജഗ്ഗു. സന്തോഷം. അടുത്ത കുമാരി CR, അജു ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ സരിതയും ജഗ്ഗുവും വേണ്ട എന്ന് പറഞ്ഞോളൂ. പക്ഷേ വാങ്ങി കഴിഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ അജു കഴിക്കുകയും ചെയ്യും. അതൊരു അസുഖമാണോ? ഇതാണ് എപ്പോഴും കാണുന്നതാണ്. കണ്ട എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ചേട്ടൻ്റെ സ്വഭാവം. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഭീകരനൊന്നല്ല. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊപ്പം ഇരുന്ന് കഴിക്കുക എന്നുള്ള തന്നെയാണ് കാര്യം. അത് തികഞ്ഞില്ലെങ്കിൽ പിന്നെ വീണ്ടും ഓർഡർ ചെയ്യാലോ. മനസ്സിലായില്ലേ സരിതേ? മനസ്സിലായി. ഇതില് ഒരു കമന്റ് ഉണ്ട് കേട്ടാ. ഇതില് നമ്മളുടെ ഒരു ഇതില്ലേ ചേട്ടാ, മറ്റേ രസത്തിലിട്ട വീഡിയോ ഇല്ലേ, അതിന്റെ ഒരു കമന്റ് ഇല്ല ചന്ദ്രൻ. നല്ല വൈബുള്ള സ്ഥലമാണല്ലോ. പിന്നെ രസത്തിലെ സ്കിറ്റ് കണ്ടു. ഈ പ്രേമേട്ടന്റെ പൂർവ്വ കാമുകിമാരെല്ലാം അകാലത്തിൽ മരണപ്പെടുകയും ഭൂതമായി കറങ്ങി നടക്കുകയുമാണല്ലോ. പ്രണയമറ്റ് 50 സ്റ്റോറിയാണ് ശരിക്കിത്. അതിട്ടിട്ടുള്ള മറ്റേ അരുൺ കുന്നമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ആളുടെ സ്റ്റോറിയാണത്. പിന്നെ അതിനെ വേറൊരു തരത്തിലേക്ക് ഇങ്ങനെ മാറ്റിയതാ, ഒരു കോമഡി ഇതിലേക്ക് വേണമെന്താ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം പുള്ളിയുടെ ഉണ്ടായിരുന്നു. എന്നാ പറഞ്ഞാലും ഇത്തവണ നല്ല ഒരു ചുന്ദരി പ്രേതത്തിനെ തന്നെ കൊണ്ടുവന്നതിൽ സന്തോഷം. ജാനകിക്കുട്ടിയുടെ കുഞ്ഞാത്തോലിന്റെ അത്ര ഒത്തില്ലെങ്കിലും ആത്മാവ് പട്ടിക്കുട്ടിയോ പൂപ്പച്ചിയോ പൂപ്പാക്കിയോ കോക്കാച്ചിയോ ഒക്കെ ആവുന്നതിന് മുമ്പേ ഈ വഴി ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്നിങ്ങ് വന്നെങ്കിൽ കളഭം തരാം പ്രേതമേ എൻ മനസ്സും തരാം. അങ്ങനെ അടുത്തത് രജീഷ് വി നായർ, എൻ്റെ ഭർത്താവിൻ്റെ വെള്ളികളെ വേറെ ഒരാളും ട്രോളാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ തന്നെ ട്രോളുന്നു. പ്രിയ വി, മാമ്പഴത്തോട്ടത്തിലല്ല അജു, മാമ്പഴ കൂട്ടത്തിൽ മൽഗോവയാണ് നീന്നാണ് പാട്ട്. അജുവിൻ്റെ വർത്താനം അടിപൊളിയായല്ലോ, എന്തായാലും നല്ല സ്ഥലമാണ്. അടുത്തത് ദിവ്യ PBR, പശുക്കളെ മഴവിൽക്കാവടിയിൽ പറയുന്ന പോലെ മേയാൻ വിട്ടേക്കാണോ? തട്ടുകടയുടെ പേര് വെൽക്കം ടു രേഖാസ് തട്ടുകട. ചെറിയ മാവിൻ്റെ മുകളിൽ ഒത്തിരി മാവുകളുണ്ട്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു ഈ മാവുമ്പോ കുറെ മാവുകളുണ്ട്. അങ്ങനെ ചക്ക. അജു ചേട്ടൻ, നിങ്ങൾ പാട്ട് പാടുകയോ ലിറിക്സ് ചെക്ക് ചെയ്യുകയോ എന്ത് തേങ്ങയാണേലും ചെയ്തു, എവിടെ എൻ്റെ കരിമി? ആ ചാണകക്കുഴി, അതായത് കുളത്തിൽ ഇറങ്ങാൻ പറ്റാത്തില്ല. അജു ചേട്ടൻ നല്ല നിരാശ ഉണ്ടല്ലേ? അതുപോലെ ആയിരുന്നു അപ്പം മുഖം. പിന്നെ സരിതേച്ചി, അജു ചേട്ടൻ പോസ്റ്റ് കാണിച്ചു തന്നാൽ എന്താ കുഴപ്പം? അത്രയും കളിയാക്കാൻ അതിൽ എന്തുട്ടാ ഉള്ളത്? ഡോണ്ടു. അപ്പം അങ്ങനെ അതുപോലെ കുറേ ചേട്ടനെ സംസാരിക്കാൻ സമ്മതിക്കാത്തതിനും ഒക്കെ എനിക്ക് കുറേ വിമർശനങ്ങൾ നേരിട്ട ഒരു ആഴ്ചയായിരുന്നു കടന്നുപോയത്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. ചേട്ടൻ മനസ്സിലാക്കും പട്ടിയുടെ പാല്. ഇവിടെ സജീവൻ പറയും, ഞാനേ ഇതുപോലെ എന്തുട്ടേലൊക്കെ ഉണ്ടാവും പണ്ട്. ഞാൻ പറയും ശരി, ഞാൻ നാളെ മുതൽ നന്നായി, ഇനി ഞാൻ ഇങ്ങനൊന്നും ആവില്ല. മറ്റേ കസ്തൂരിമാനിലെ മറ്റേ മീരാജാശം മറ്റേ ഞാൻ നന്നാവും, നിന്നോട്ട് നന്നായി ഇവിടെ. അല്ല, നാളെ ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്, ഞങ്ങള് ഹിന്ദുസിന്. അപ്പൊ അതുപോലെ ഞാൻ പറയൂട്ടാ സജീവനോട് പറയും. അപ്പൊ സജീവൻ, ചേച്ചിയുടെ സ്വഭാവം എല്ലാം മാറാൻ പോണ്, പട്ടിയുടെ വാലും ചേച്ചിയുടെ സ്വഭാവം ഒരിക്കലും നേരെയാവാൻ പോണില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ശ്രമിക്കൂട്ടാ, ഞാൻ കാര്യമായിട്ട് തന്നെ പറയാം, ഞാൻ ശ്രമിക്കും. ഞാൻ പരമാവധി ഞാൻ മിണ്ടാണ്ട് ഒന്നും മിണ്ടില്ല. സരിത പറയൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ മിണ്ടുള്ളൂ. അങ്ങനെ പറയണ്ട, ചിലത് തന്നെ ഇങ്ങനെ വരണതാ, അത് തന്നെ വരും. അല്ല, അതാണല്ലോ ഇപ്പൊ നമുക്കിപ്പോ നീ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് നീ പറയാ, അങ്ങനത്തെ ഒരു പ്ലാനിങ് അല്ലല്ലോ നമ്മുടെ വീഡിയോയില്.
നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വന്ന് എന്തിട്ടാണ് ഭവിക്കുന്നത് അതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ പോസ്റ്റിൻ്റെ കാര്യം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മുറിച്ചുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല, അങ്ങനത്തെ ഒരു പോസ്റ്റ് കാണേണ്ടത് പോലും അറിയില്ല. പക്ഷേ എന്നിട്ട് നമ്മുടെ എഡിറ്റർക്ക് അത് കണ്ടപ്പോൾ അത് രസമായിട്ട് തോന്നി. അതിപ്പോൾ ഇടയ്ക്ക് അങ്ങനെയൊക്കെ വേണമല്ലോ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ പുറമെ കാണുന്നൊരു കാഴ്ചയായിരിക്കില്ല ഈ കുടുംബത്തിലുണ്ടാവുന്നത്. ചിലപ്പോൾ അലമ്പുണ്ടാവാം, ഇതുണ്ടാവുന്നതൊക്കെ അതൊന്നും സ്ക്രീനിൽ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല. ഭയങ്കര സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് അത് ഇതൊക്കെ ആയിരിക്കും. സത്യത്തിൽ അതായിരിക്കില്ല. അപ്പം നമ്മുടെ ഒറിജിനലായിട്ട് നമ്മൾ കാണിക്കുന്നത് മാത്രം. അല്ല, കുറ്റം പറയാൻ പറ്റില്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ ദേഷ്യം വന്നു. എനിക്ക് ഞാൻ അപ്പോഴാണ് ഞാൻ ചേട്ടനെ നോക്കുക, പാവണ്ട് ചേട്ടൻ തൊട്ടേക്കോ പറയാൻ വരുന്നുണ്ട്. അത് പറയാൻ വരും, ഞാൻ നിർത്തില്ലല്ലോ. അപ്പൊ ചേട്ടൻ ഉണ്ടാണ്ടിരിക്കും. അത് ഞാൻ അടുത്തതിനെ കുറിച്ച് ചേട്ടൻ പറയാൻ വരും, ഞാൻ നിർത്തുന്നില്ല. അപ്പൊ ചേട്ടൻ നിർത്തും. അങ്ങനെ വെയിലിന്റെ കാഠിന്യാണ് വെയില്. അതല്ലാന്ന് അതിന്റെ തലേദിവസം വൈകുന്നേരം നമ്മളെ പാടത്തിയൊക്കെ നടക്കും. ചേട്ടൻ തൊട്ടേക്കോ ആ വീഡിയോ എടുത്ത് നോക്കി നോക്കാം, അപ്പൊ അറിയാം എന്തൊക്കെയോ ചേട്ടൻ പറയാൻ നോക്കുന്നുണ്ട്. അപ്പൊ തെറ്റിദ്ധരുത്തി മുന്നോട്ട് പോവുക, നിർത്താം. അപ്പൊ വളരെ വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾ ഇനിയും കമന്റുകൾ നന്നായിട്ട് ഇടുക കേട്ടാ. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.